ബീഹാറിലെ പുതിയ NDA സർക്കാർ ഈ മാസം 20-ന് സത്യപ്രതിജ്ഞ ചെയ്യും. പറ്റ്നയിലെ ഗാന്ധി മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ വലിയ വിജയത്തിന് ശേഷവും ഒരുമിച്ചിരുന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകാത്ത NDA നേതാക്കളുടെ നിലപാടാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വല്ലാത്ത അസ്വാരസ്യങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. NDAക്ക്, അതായത് BJPക്ക് എത്ര മന്ത്രിസഭാ സീറ്റുകൾ, എത്ര മന്ത്രിസഭാംഗങ്ങൾ, അതോടൊപ്പം തന്നെ JDUവിന് എത്ര മന്ത്രിസഭാംഗങ്ങൾ, LJPക്ക് എത്ര മന്ത്രിസഭാംഗങ്ങൾ, യാതൊരു കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ വരുന്ന 20-ാം തീയതി, അതായത് വ്യാഴാഴ്ചയോടുകൂടി നിതീഷ് കുമാർ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ക്യാബിനറ്റ് യോഗം ഉൾപ്പെടെ ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ചർച്ചകളിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. കാരണം BJP കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 6 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന തലത്തിലൊരു ഫോർമുലയൊക്കെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും BJPക്ക് 16 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് പുറമെയാണ് ഇത്തരത്തിൽ 16 മന്ത്രിമാർ വേണമെന്ന ആവശ്യം BJP മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും BJPക്ക് 16 മന്ത്രിമാരെ അത്തരത്തിൽ നൽകാൻ കഴിയുകയില്ല എന്നൊരു നിലപാട് JDUവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം മന്ത്രി സ്ഥാനങ്ങൾ ഒരേപോലെ പങ്കിടണമെന്ന ഒരു നിബന്ധനയാണ് JDU എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വിഷ്ണു തലവൂരാണ് ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. 20-നാണ് ബീഹാറിലെ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ.